നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അൺബോക്സിങ്ങുമായിട്ടാണ്. ഈ പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം ചാനലിലെ അമൽ പുതുതായിട്ട് തുടങ്ങിയൊരു സംരംഭമാണ് ഗോംസ് ഓൺ മേക്ക് എന്ന് പറയുന്നൊരു ബ്രാൻഡ്. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റാണിത്. GOM X സീരീസ് 1 എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് മൗസാണിത്. അപ്പോൾ ഇതൊരു പ്രീമിയം ഗെയിമിംഗ് മൗസാണ്. അമൽ നമുക്ക് വേണ്ടി ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി സെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അൺബോക്സിംഗിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോയുടെ സ്പോൺസറിനെ പറ്റി പറയാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് CoinDCX ആണ്. CoinDCX ഇന്ത്യയിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പാണ്. CoinDCXൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. CoinDCX ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 201 രൂപ മൂല്യമുള്ള ബിറ്റ് കോയിൻ CoinDCXൽ സൗജന്യമായി നേടാൻ കഴിയും. ഇതൊരു ലിമിറ്റഡ് ടൈം ഓഫറാണ് കേട്ടോ. ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വേഗം തന്നെ റെഡീം ചെയ്തോളൂ. ഇതാണ് നമ്മുടെ കൂപ്പൺ കോഡ് 10DX201. ഈ കോഡ് നിങ്ങൾ റെഡീം ചെയ്ത ശേഷം 500 രൂപ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മൊത്തം 701 രൂപയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് ബാങ്കിലേക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായി നിങ്ങൾ മിനിമം എമൗണ്ടായ 500 ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം, പിന്നെ KYC വെരിഫൈ ചെയ്യുകയും വേണം. അപ്പോൾ താങ്ക് യു സോ മച്ച് CoinDCX ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗെയിമിംഗ് മൗസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഞാൻ നോർമൽ വയർഡ് മൗസായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു വയർലെസ് മൗസിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു ലോജിറ്റെക്കിൻ്റെ. പക്ഷേ അത് കുറച്ച് നാൾ മുമ്പ് പണി മുടക്കി. അപ്പോൾ ഞാൻ പിന്നെ ഒരു ബഡ്ജറ്റ് സെബ്രോണിക്സിൻ്റെ ഒരു വയർഡ് മൗസിലേക്ക് പിന്നെയും തിരിച്ചു പോകുമായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഒരു പ്രീമിയം പ്രോഡക്റ്റിലോട്ടുള്ള ഒരു അപ്ഗ്രേഡാണിത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ പാക്കേജ് അങ്ങ് പൊട്ടിക്കാം. Dear Malayalam Tech, I want to take this opportunity to thank each and every one of you for being the best supporters I could have ever asked for. ഓക്കെ, അപ്പോൾ അതൊരു പേഴ്സണൽ നോട്ടാണ്. ഇത് വലിയൊരു പാരഗ്രാഫായിരുന്നു കേട്ടോ. ഞാനത് വായിച്ചു നോക്കി. അപ്പോൾ ഗോമിൻ്റെ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പേഴ്സണൽ നോട്ട് നമുക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്നതാണ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് അമലിന്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ബോക്സ്. ഗോംസ് ഓൺ മേക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്രോഡക്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് വന്ന സ്ഥിതിക്ക് ഇച്ചിരി ചളങ്ങിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അകത്തെ സംഭവങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെന്തുവാണ് മെറ്റീരിയൽ, കൊള്ളാലോ ഇത്. ഇതിനൊന്നും പറ്റാതിരിക്കാനായിട്ട് പേപ്പർ സ്ട്രിപ്പ് ചെയ്ത് വെച്ചേക്കാണ്, ഒരു കുഷ്യൻ പോലെ. നൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്. അതൊരു വെൽവെറ്റ് പൗച്ചിൽ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗോംസ് ഓൺ മേക്കിൻ്റെ ലോഗോ ഉണ്ട്, പിന്നെ ഗോമെന്നും എഴുതിയിരിക്കുന്നു. ഞാനിത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പൗച്ചിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്താണ് നമ്മുടെ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിംഗ് മൗസ്. താഴെ നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഗെയിമിംഗ് മൗസ് എന്ന് എഴുതിയിരിക്കുന്നു. മോഡൽ നമ്പർ ഉണ്ട്, വർക്കിംഗ് വോൾട്ടേജ്, വർക്കിംഗ് കറണ്ട് എന്നിങ്ങനെയുള്ള ബേസിക് സ്പെസിഫിക്കേഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഇനിഷ്യൽ ഇംപ്രഷൻ. പിന്നെ നമ്മുടെ ഇത് ബ്രൈഡഡ് കേബിളാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് എക്സ്പീരിയൻസ് സാധാരണ പ്രോഡക്റ്റ് പോലെ അല്ലായിരുന്നു. ഇതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ നമ്മളൊരു പ്രോഡക്റ്റ് ബോക്സിൽ പ്ലാസ്റ്റിക് കേസൊക്കെ വെച്ചൊക്കെയാണ് ഓരോ പ്രോഡക്റ്റ്സ് വരാറ്, പക്ഷേ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ GOM X സീരീസ് 1 മൗസ് യൂസ് ചെയ്തു. അപ്പം എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗെയിമർ പെർസ്പെക്റ്റീവിലുള്ള വീഡിയോ അല്ല കേട്ടോ. ഞാനൊരു PC ഗെയിമർ അല്ല. ഞാൻ മെയിൻലി മാക്കിൽ എൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ് മാത്രമാണ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഈ മൗസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു മൗസ് കൊണ്ട് ഒരുപാടധികം ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് വളരെ എർഗണോമിക് ആയിട്ടുള്ളൊരു മൗസാണ്. എനിക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടാണ്. വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ മൊത്തത്തിലൊന്ന് എടുത്ത് പെരുമാറാനും എല്ലാം നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണിത്. മൊത്തം 9 RGB ലൈറ്റ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ ഇതിലെ ബട്ടൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ലെഫ്റ്റ് ബട്ടൺ കാണാം, റൈറ്റ് ബട്ടൺ കാണാം. നടുക്കൊരു സ്ക്രോൾ വീലുണ്ട്, അതൊരു ബട്ടൺ ആയിട്ടും നമുക്ക് കണക്കാക്കാം. പിന്നെ ഉള്ളത് DPI അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള 2 ബട്ടൺസാണ്. ഇത് DPI പ്ലസും DPI മൈനസും ആണ്. അതായത് ഇത് 4 DPI സെറ്റിങ്സിൽ നമുക്ക് ഈ മൗസ് യൂസ് ചെയ്യാം. അത് ഏത് DPI മോഡിലാണ് നിൽക്കുന്നതെന്ന് നമുക്കിതിൻ്റെ ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാനും സാധിക്കും. മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ DPI ഇൻക്രീസ് ആകും, താഴോട്ടാക്കി കഴിഞ്ഞാൽ
DPI ഡിക്രീസ് ആവും. അപ്പോൾ ഈ ഗ്രീൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള DPI. അത് 1000 DPI ആണ്. അപ്പോൾ ഈ DPI എന്താണെന്ന് അറിയാമല്ലാത്തവർക്ക് അത് പറഞ്ഞു തരാം. ഇത് നമ്മുടെ മൗസ് മൂവ് ചെയ്യുന്നത് ഇപ്പം ഇത്രയും മൂവ് ചെയ്യുമ്പം ഒരുപാടധികം കഴ്സർ മൂവ് ചെയ്യണോ അതോ കുറച്ച് മൂവ് ചെയ്താൽ മതിയോ എന്നുള്ള ഒരു കൺട്രോൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സെൻസിറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഏറ്റവും ലോയിൽ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാടധികം മൗസ് നീക്കിയാലേ ഉള്ളൂ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സ്ക്രീനിൻ്റെ സൈഡ് വരെ ഇത് എത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മളിത് ഹൈലേക്ക് ഇടുകയാണെങ്കിൽ ഇച്ചിരി അനക്കുമ്പോഴേ മൗസ് അങ്ങേയറ്റത്തുനിന്ന് ഇങ്ങേയറ്റം വരെ പോകും. അപ്പോൾ അത് ഗെയിമേഴ്സിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അവർ പെട്ടെന്ന് ഷൂട്ടിംഗ് ഗെയിംസൊക്കെ കളിക്കുമ്പോഴും അങ്ങനത്തെ കൺട്രോൾസ് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യണം, പെട്ടെന്ന് തിരിയണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് DPI അഡ്ജസ്റ്റ് ചെയ്ത് ഗെയിമേഴ്സ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇത് 3200 DPIയിലിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു നോർമൽ യൂസർ എപ്പോഴും ആ ഒരു സ്പീഡ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാൻ വേണ്ടി ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഈ പ്ലസ് ഓർ മൈനസ് ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് അറിയാം. ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോൾ DPI ഏറ്റവും കുറഞ്ഞതാണ്, 1000 DPIയിലാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞുള്ളത് പർപ്പിൾ കളറാണ്. അപ്പോൾ പർപ്പിൾ കളർ വരുമ്പോൾ 1600 DPI വരുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലൂ ലൈറ്റാണ്. ബ്ലൂ ലൈറ്റ് വരുമ്പോഴത്തേക്ക് DPI വരുന്നത് 3200. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് 6400 റെഡ് കളർ DPI ആണുള്ളത്. അപ്പോൾ ഇത്രയും രീതിയിൽ നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതിലെ RGB ലൈറ്റ് തന്നെയാണ്. ഇതൊരു മാർക്യൂ ലൈറ്റാണ്, എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും പല പല നിറത്തിൽ. അപ്പോൾ ഇതിൽ 7 ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായി നിങ്ങൾ ലെഫ്റ്റ് ബട്ടണും ഈ DPI മൈനസ് ബട്ടണുമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മോഡ്സ് ചേഞ്ച് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ പല പല മോഡിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിലൊരു ഓഫ് മോഡില്ല, പകരം ഇങ്ങനെ ഡിമ്മായിട്ട് ഒരു റെഡ് കളറിൽ കിടക്കുന്നതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. ബ്രീത്തിങ് എഫക്റ്റോ അല്ലെങ്കിൽ ഫെയ്ഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ തിരിച്ച് പഴയ ഓപ്ഷനിലേക്ക് തന്നെ വരികയാണ്. എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. എല്ലാ കളറും മാറി മറിഞ്ഞ് വരുന്നുണ്ട്. അത് കാണാനൊരു ഭംഗിയാണ്. അതും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷനാണ് കേട്ടോ. നല്ല രസമാണ് അതിങ്ങനെ സ്മൂത്തായിട്ട് മൂവ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ ഇതുകൂടാതെ ഈ സൈഡിലെ 2 ബട്ടൺസ് കണ്ടോ, ഇത് ബാക്ക് ബട്ടണും ഫോർവേഡ് ബട്ടണുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബ്രൗസറിലൊക്കെ കയറി ഒരു 5-6 പേജ് സർഫ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ബട്ടൺസ് വെച്ച് നമുക്ക് മുമ്പോട്ടും പുറകോട്ടും പോകാം. ഇനി അതല്ലാതെ ഞാൻ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയർ മൗസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മാക്കിൽ ഇൻസ്റ്റാൾ ചെയ്തു. അതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്, 1500 രൂപയോളം വില വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ആപ്പ് വെച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ വളരെയധികം രീതിയിൽ കസ്റ്റമൈസ് ചെയ്തു. അപ്പോൾ എഡിറ്റിംഗ് വളരെയധികം എളുപ്പമായെന്ന് പറയാം. മാക്ബുക്ക് യൂസേഴ്സ് ആണെങ്കിൽ, അതായത് ഫൈനൽ കട്ട് പ്രോ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാജിക് മൗസ് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ മൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഹൊറിസോണ്ടൽ അല്ല, അല്ലാതെ വെർട്ടിക്കലായിട്ട് സൈഡിലോട്ട്. അപ്പം ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റി. പിന്നെ ഞാൻ ചെയ്തത് ഇതിൽ തന്നെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാവുന്ന പോലെ ആക്കി. അപ്പം ഫൈനൽ കട്ട് പ്രോ ടൈം ലൈനിൽ നമുക്ക് പ്ലസും മൈനസും ഇതേ തന്നെ ചെയ്യാം. അപ്പം കമാൻഡ് പ്ലസ് അല്ലെങ്കിൽ കമാൻഡ് മൈനസ് ഞെക്കി ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് കൈ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകണമല്ലോ പല കീ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാസിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ ഞാൻ എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ട്രിം ഔട്ട് ട്രിം ഇൻ ഓപ്ഷൻസ് ഉണ്ട്. അതും ഞാൻ ഈ ബട്ടണിലേക്ക് കസ്റ്റമൈസ് ചെയ്തു. അതായത് കീബോർഡിൽ കമാൻഡ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇത് ഞെക്കുമ്പം ട്രിം ഇൻ, ഇപ്പുറത്ത് ഞെക്കുമ്പോൾ ട്രിം ഔട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ ഒരു വർക്ക് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് GOM X സീരീസ് 1 മൗസിനെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഇംപ്രഷൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ലിങ്ക് വഴി നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ MRP എന്ന് പറയുന്നത് 1499 രൂപയാണ്. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക്കിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.